അധ്യക്ഷ പ്രഭാഷണം നിർവഹിക്കുന്നു സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായ പുത്തനഴി മുഹിദ്ദീൻ ഫൈലി. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله ما بعد. ഈ മഹത്തായ സമ്മേളനത്തിന്റെ ഏറ്റവും പ്രസക്തമായ സെഷനിൽ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്തോടുകൂടെ നമുക്ക് സംബന്ധിക്കാനും അതുപോലെ തന്നെ പ്രൗഢോജ്വലമായ ആത്മീയത കൊണ്ട് പ്രശോഭിച്ചു നിൽക്കുന്ന ഈ മഹത്തായ വേദി ഉദ്ഘാടനം ചെയ്യാൻ നമുക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹത്തോടുകൂടി എത്തിയ ബഹുമാന്യനായ പ്രിയങ്കരനായ ആത്മസുഹൃത്ത് MP അബ്ദുസ്സമദ് സമദാനി സാഹിബ്, ഈ മഹത്തായ സമ്മേളനത്തിൽ ഈ സെഷൻ എന്തുകൊണ്ടും വളരെയേറെ പ്രസക്തമാണ് എന്ന് എന്നിലേറെ മനസ്സിലാക്കിയവരാണ് ഇവിടെ കൂടിയ പതിനായിരക്കണക്കിനുള്ള സുന്നി സംഘത്തിന്റെ കർമ്മോത്സുകരും കർമ്മധീരരുമായിരിക്കുന്ന പ്രവർത്തകന്മാർ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ സമ്മേളനങ്ങളൊക്കെ തന്നെ ഒന്നിനുപരിയായി മറ്റൊന്നായി വളരെ ആവേശം നൽകുന്ന, നമുക്കൊക്കെ തന്നെ ആത്മാഭിമാനമുണ്ടാക്കുന്ന സമ്മേളനങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ അനുഗ്രഹീതമായ നിമിഷങ്ങളിലൂടെയാണ് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ആധികാരിക മതസംഘടനയായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയും അതിന്റെ കീഴ്ഘടകങ്ങളും ഇന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വാസപരമായും കർമ്മപരമായും പൈതൃകം അവകാശപ്പെടാൻ അർഹതയുള്ള വിഭാഗത്തെ സംബന്ധിച്ച് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഏതൊരാൾക്കും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പരമ യാഥാർത്ഥ്യമാണ് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങൾ മുതൽ ഇന്ന് ബഹുമാനപ്പെട്ട ശൈഖുന സി കോയക്കട്ട് മുസ്ലിയാർ ആലക്കര മഹാനവറുകൾ ഇന്ന് നേതൃത്വം നൽകുന്ന ആ സമസ്ത സുന്നത്ത് ജമാഅത്തിന്റെ ആധികാരിക ശബ്ദം പൈതൃകം അവകാശപ്പെടാനുള്ള വിഭാഗം കേരളത്തിൽ ഇത് മാത്രമാണ് എന്ന് ലോകം തെളിയിച്ചുകൊണ്ടിരിക്കുന്ന പരമയാഥാർത്ഥ്യമാണ് നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. അല്ലാഹുവിന് നമുക്ക് ശുക്ർ പറയാം, അൽഹംദുലില്ലാ. അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബ പരമ്പരയിലാണ് വിശ്വാസപരമായി നമ്മുടെ പൈതൃകം എത്തി നിൽക്കുന്നത് എങ്കിൽ അവിടുന്ന് അങ്ങോട്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ആ പരമ്പര ചെന്നെത്തുന്നത് നമുക്ക് ദർശിക്കാൻ കഴിയും.
ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമ, ലോകത്തെ മുഴുവനും ഇൽമു കൊണ്ട് നിറക്കുന്ന ഒരു ഖുറൈശി പണ്ഡിതൻ ഈ രാജ്യത്ത് പിറവിയെടുക്കാൻ പോകുന്നു എന്ന് 1400 വർഷങ്ങൾക്കപ്പുറം ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവചിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രവചനത്തിന്റെ അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആ പ്രവചനത്തിന്റെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. കർമ്മപരമായി നമ്മുടെ ഉസ്താദുമാര് മുതൽ നമ്മളുടെ സനത് നാം പരിശോധിക്കുമ്പോൾ ഒരിക്കലും തന്നെ അറ്റുപോകാത്ത കണ്ണികളുടെ പിമ്പലത്തോടുകൂടെ കർമ്മപരമായും നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നുള്ള പരമയാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മുഖ്യധാരയായിരിക്കുന്ന ഇസ്ലാമിന്റെ മുഖ്യധാരയായ സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാവിധ അന്തസ്സും കാത്തുസൂക്ഷിച്ചുകൊണ്ട് അതിവിടെ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, അത് മാത്രമാണ് പൈതൃകം അവകാശപ്പെടാനുള്ള സംഘടന എന്ന് നമുക്ക് ബോധ്യമായി തീരുന്നതാണ്. ഇവിടെ വളരെ പ്രസക്തമായി മനസ്സിലാക്കേണ്ട ഒരുപാട് സംഗതികളുണ്ട്. എന്റെ ശേഷം വരുന്ന വിവിധ വിഷയങ്ങളിലൂടെ ആ കാര്യങ്ങൾ സവിസ്തരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് നമ്മുടെ ഈ വിഷയ നിർണയ സമിതി തന്നെ അത് നമുക്ക് വ്യക്തമായ ലൈൻ വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. അതെല്ലാം സവിസ്തരമായി ഇവിടെ പ്രതിപാദിക്കപ്പെടും. അങ്ങനെയുള്ള ഒരു സമയബന്ധിതമായി വളരെ ശാസ്ത്രീയമായി സജ്ജീകരിച്ച മഹത്തായ ഒരു ക്യാമ്പാണ് നാം ഇവിടെ സംഘടിപ്പിച്ചുള്ളത്. നമ്മുടെ നേതാക്കന്മാരുടെയും പ്രവർത്തകന്മാരുടെയും എന്തിനു മാത്രം ഇവിടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും പോലീസ് മേധാവികളൊക്കെ തന്നെ കണക്കുകളൊക്കെ തന്നെ തെറ്റിച്ചുകൊണ്ട് വളരെ വലിയ ഒരു ജനവ്യൂഹം ഈ മഹത്തായ സമ്മേളനത്തിലേക്ക് നാളെ നടക്കുന്ന സമാപന സമ്മേളനത്തിലേക്ക് എല്ലാ കണക്കുകൂട്ടലെയും തെറ്റിച്ചുകൊണ്ട് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സഹോദരന്മാരെ, അതുകൊണ്ട് അല്ലാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ട് നാം എല്ലാവരും തന്നെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ അടിയുറച്ചു വന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ടതുണ്ട്. നാം ഒരു കാര്യം മനസ്സിലാക്കുക, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിനെ ചോദ്യം ചെയ്യാൻ ഇവിടെ ഒരു മതസംഘടനയും വളർന്നിട്ടില്ല എന്നുള്ളത് തെളിയിക്കുന്ന മഹത്തായ ഒരു സമ്മേളനമായി നാളെ നമ്മൾ സമ്മേളനം മാറാൻ പോവുകയാണ്. തെക്കിൽ നിന്ന് വക്കം മൗലവിയും അതുപോലെ തന്നെ വടക്ക് നിന്ന് അല്ലെങ്കിൽ മധ്യ കേരളത്തിൽ നിന്ന് KM മൗലവിയും കൊടുങ്ങല്ലൂരിൽ മണപ്പാട്ട് കുഞ്ഞഹമ്മദാജിയും ഉണ്ടാക്കിയതായിരിക്കുന്ന ഒരു മുക്കൂട്ട്, ആ മുക്കൂട്ടിൽ ഒന്നുണ്ടായതാണ്. ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ സദസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാനികളെ, ഈ അനുഗ്രഹീതമായ വേദി
എല്ലാവരും ഇരിക്കുക. എന്തുകൊണ്ടും അനുഗ്രഹീതമായ ഈ ഒരു മുഹൂർത്തം നമ്മെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളാണ് നമുക്ക് അനുഗ്രഹം നൽകാൻ വേണ്ടി ഇവിടെ വന്നിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകൾക്ക് ദീർഘായുസ്സോടുകൂടെ ഈ സമുദായത്തെ നയിക്കാനുള്ള എല്ലാവിധ പ്രാപ്തിയും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ 3 കക്ഷികളുടെ പ്രവർത്തനമാണ് ഇവിടെ ബിദഈ കക്ഷികൾക്ക് ഇവിടെ തുടക്കം കുറിച്ചത് എന്ന് അവരുടെ തന്നെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈയിടെ അഴരിക്കോട്ടിൽ നിന്ന് ഇറങ്ങിയതായിരിക്കുന്ന അവരുടെ പൈതൃകമെന്ന ആ ഒരു സോവനീർ എടുത്തുകൊണ്ട് തന്നെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് യാഥാർത്ഥ്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് വിശ്വാസപരമായും കർമ്മപരമായും ഈ വിഭാഗത്തിന് ഒരിക്കലും തന്നെ പൈതൃകം അവകാശപ്പെടാൻ വിധിയില്ല, യാതൊരുവിധ അവകാശവുമില്ല എന്ന് അവർ തന്നെ വളരെ ഉറക്കെ പ്രഖ്യാപിച്ചതായ ഒരു സന്ദർഭത്തിലാണ് സുന്നിയത്തിന്റെ 60ാം വാർഷികം ഈ മാത്തായ വാദി തൈബയിൽ കാസർഗോഡിന്റെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഈ മഹത്തായ വേദിയിൽ നാം തുടങ്ങി വെച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലയിലും അഭിമാനകരമായ വിജയത്തോടുകൂടെ ഈ മഹത്തായ സമ്മേളനം സമാപിക്കാനും അതുപോലെ തന്നെ അതിലൊക്കെ സന്തോഷത്തോടുകൂടെ ഭാഗവാക്കാകാനും അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ഈ വൈകിയ വേളയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.